ഞാൻ പറയുന്നതേ, ഇപ്പൊ നമ്മളോട് ചിലപ്പോൾ ചില ആളുകൾ ഈ ദുനിയാവിൽ വെച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. ഭർത്താവ് ചെയ്തിട്ടുണ്ടാകും, ഭാര്യ ചെയ്തിട്ടുണ്ടാകും, അയൽവാസി ചെയ്തിട്ടുണ്ടാകും, അമ്മോഷൻ കാക്ക ചെയ്തിട്ടുണ്ടാകും, അമ്മാവന്മാര് ചെയ്തിട്ടുണ്ടാകും, ഏട്ടനും അനിയനും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. എന്റെ ചോദ്യം ഇതാണ്, ഒരാൾ എന്തോ ഇങ്ങോട്ട് ചെയ്തത് മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്, നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് എന്നുള്ളത്. ഞാനൊരു വലിയ ആളാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ഇവിടുത്തെ വലിയ ഹോസ്പിറ്റൽ ഏതാ? ഈ നാട്ടിൽ വലിയ ഹോസ്പിറ്റൽ ഉണ്ട് തൊട്ടടുത്ത്? കാസർഗോഡ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് പോയി നോക്കുക, കാഷ്വാലിറ്റിയിൽ പോയി നിന്നാൽ മതി. പൊട്ടിപ്പൊളിഞ്ഞ ഓരോ ശരീരങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. മനുഷ്യന്മാരാണത്. അള്ളാഹുവിന് അവരോട് പ്രത്യേകമായ ഒരു ദേഷ്യം ഉണ്ടായത് കൊണ്ട് അവർ ആക്സിഡന്റിൽ തല പൊട്ടിച്ചതല്ല. അള്ളാഹ് അവരോട് പ്രത്യേകമായി നമ്മളോട് പ്രത്യേകമായി ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കൊന്നും പറ്റിക്കാതിരുന്നതുമല്ല. അവർ മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ, അസ്രായിൽ ഞാൻ കുറച്ചൊരു ബിസിയിലുണ്ട്, ഒരു ബിൽഡിങ്ങിന്റെ പണി തീരാനുണ്ട്, അത് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നോ ഞാൻ മരിച്ചോളാം എന്നും പറയാൻ ഒരു മുതലാളിക്ക് ഇവിടെ അർഹത ഇല്ല. അല്ലെങ്കിൽ PG പഠിക്കുന്ന കുട്ടിക്ക് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ഞാൻ PG സെക്കൻഡ് ഇയർ, എനിക്കറിയില്ല അതൊക്കെ, കോഴ്സ് ഒന്ന് കഴിഞ്ഞിട്ട് ഒരു മാന്യത ഇല്ലാതെ PGന്റെ ഇടയിലൊക്കെ പിന്നൂനെ പിടിക്കാൻ വന്നാൽ അതൊരു മോശമല്ലേ എന്ന് പറയാൻ ഒരു PGക്കാരന് അർഹത ഇവിടെ ഇല്ല. ആർക്കും അർഹതയില്ല. അള്ളാഹുവിന്റെ വിളി വന്നാൽ ആ നിമിഷം പോവുക എന്നതല്ലാതെ ഒരു ഓപ്ഷനും നമുക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ 3 ദിവസം മുമ്പ് ഒരു മനുഷ്യനെ കാണാൻ പോയി. ഓടിച്ചാടി നടന്നൊരു മനുഷ്യൻ, വലിയ പ്രായമൊന്നുമായിട്ടില്ല, 40ന്റെ മുകളിൽ പ്രായമുണ്ട്, 50ന്റെ താഴെ പ്രായമായിരിക്കും. ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു കിടത്തങ്ങനെ കിടക്കുന്നുണ്ട്, സംസാരിക്കാനും വയ്യ, ഒന്നിനും വയ്യ. മനുഷ്യനുണ്ടോ? ജീവിച്ചിരിക്കുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്നു. സ്വന്തം വീട്ടിൽ ഒരു ഹോസ്പിറ്റൽ പോലെ മനുഷ്യൻ കിടക്കുകയാണ്. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണെന്നോ, നിങ്ങളുടെ വാപ്പ അല്ലെങ്കിൽ ഏട്ടൻ, അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തുള്ള ആൾ ചെയ്ത ഒരു കാര്യം പൊരുത്തപ്പെടാതിരിക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണുള്ളത്? നിങ്ങൾക്കോ എനിക്കോ എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. സമ്പത്ത് ഏത് നിമിഷവും ഇല്ലാതായേക്കാം, അപകടം ഏത് നിമിഷവും നടന്നേക്കാം, രോഗം ഏത് നിമിഷവും വന്നേക്കാം. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ആള് ഇവിടെ മറ്റേ ആളോട് നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നടക്കണം. ഇവിടെ ഇവിടെ പെണ്ണുങ്ങൾ കെട്ടിച്ചു കൊണ്ടുവരുന്ന സിസ്റ്റമാണോ? പെണ്ണിനെ ആണെന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ ഇവിടെ? ചില വീട്ടിലൊക്കെ അമ്മായിമ്മമാര് പാവപ്പെട്ട പെൺകുട്ടികളെ കാണിക്കുന്നത് കണ്ടാൽ എനിക്കെന്നെ വല്ലാതെ ദേഷ്യം വരുന്നതാണ്. കൺസൾട്ടിങ്ങിന് വരുമ്പോ അമ്മായിമ്മമാരുടെ തിരിച്ചുണ്ട്, അമ്മായിമ്മമാരെ കഷ്ടപ്പെടുത്തുന്ന മരുമക്കളുണ്ട്, മകന്റെ ഭാര്യമാര്. പക്ഷെ ചില വീട്ടിലൊക്കെ നമ്മൾ കാണുന്നത് അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എന്തോ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഞാൻ എന്തോ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് പല വീട്ടിലും ബാപ്പമാരൊരു പാവമായിട്ടാണ് ഞാൻ കണ്ടത്. വീട്ടിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളിൽ പൊതുവെ പല ബാപ്പമാരും ഇടപെടുന്നില്ല, ഇടപെടുന്നവരുണ്ടാകും, പക്ഷെ കൂടുതലായിട്ട് അങ്ങനെ കാണുന്നില്ല. പല പല തിരക്കുകളും ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭാര്യനെ പേടിയുള്ളതുകൊണ്ടായിരിക്കും. അതും ഒരു കാരണമാണ്. ശരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാർക്കും ഭാര്യന് പേടിയാണ്. ഓളോട് ചോദിച്ചു നോക്കി, ഓൾ പറയും പോലെ ചെയ്തോ, എന്നാൽ പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനത് അഭിപ്രായം പറഞ്ഞത് കൊളായി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞൊരു സത്യം അക്ക് പറയാണ്. നിങ്ങൾ ഒന്ന് ഇവിടെ കൈവച്ച് ചോദിച്ചു, എനിക്ക് എന്റെ ഭാര്യനെ പേടിയാണോ അതല്ല ഓക്ക് എന്റെ പേടിയോ ചോദിച്ചു. പുറത്തെന്തായിരിക്കും? പണ്ടൊരാൾ പറഞ്ഞു, എടാ എന്റെ ഭാര്യ ഞാൻ വരച്ച വരയിൽ നിൽക്കുന്നു പറഞ്ഞു. എന്റെ ഭാര്യ ഞാൻ വരച്ച വരയിലാണ് നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഓന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ അറിയാം അങ്ങനെയല്ല, അതിന്റെ ഓപ്പോസിറ്റാണ് വീട്ടില്, നേരെ ഓപ്പോസിറ്റാണെന്ന് അറിയാം. എടാ കള്ളം പറയല്ലടാ പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞ സത്യടാ, എന്റെ ഭാര്യ ഞാൻ വരച്ച വരയിലാണ് നിൽക്കുക, പക്ഷെ ആ വര എവിടെ വരക്കണം എന്ന് അവളെ പറയാൻ. അത് കറക്റ്റ്, അപ്പൊ കറക്റ്റാണ്. ഇത് ചില പെണ്ണുങ്ങൾ നിസ്സാര വിഷയത്തിൽ പോലും, ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം, മനസ്സിലാവുന്ന ഉദാഹരണം. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. അതായത് ഒരു ഉമ്മാന്റെ മകനും മോളുടെ ഭർത്താവും ഒരു ദിവസം കറങ്ങാനൊക്കെ പോയി, യാത്രയൊക്കെ പോയി തിരിച്ചു വന്നാൽ ഉമ്മാക്ക് നല്ല സന്തോഷം. മാഷാ അല്ലാഹ്, എൻ്റെ മോളുടെ ഭർത്താവ് നല്ലവനാണ്, ഓളെ കൊണ്ട് യാത്രയൊക്കെ പോകാറുണ്ട്, നല്ല നല്ല സ്നേഹയാത്രകളൊക്കെ പോകും, എന്ത് നല്ല പ്രിയപ്പിള്ളനെ എൻ്റെ മോൾക്ക് കിട്ടിയതുകൊണ്ട് സന്തോഷം പറയും. എന്നാൽ ഈ തള്ളന്റെ മോനില്ലേ, ആ ഓൻ കെട്ടിയൊരു പെണ്ണുണ്ടാവില്ലേ, ആ പെണ്ണിനെ കൊണ്ടൊന്ന് കറങ്ങാൻ പോയി, കാസർഗോഡ് മാലിക് ദിനാറൊക്കെ പോയി എല്ലായിടത്തും സിയാറത്തൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ തള്ളന്റെ മോന്ത്ര ഷെയ്പ്പ് മറന്നു കാണാം. ഇവിടെ ഉണ്ടോ അങ്ങനെയുള്ള തള്ളാരുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും, ഒരു നാട്ടിലും ഇല്ലാതെ പോലെ ഇവിടെ ഉണ്ടാവും. ഇവിടെ കുറവായിരിക്കും, നിങ്ങൾ നല്ല നാട്ടിലായതുകൊണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. എന്തൊരു മോശം. വന്നിട്ട് ചില തള്ളാര് പറയും, എടാ എന്റെ വാപ്പ സുലൈമാനാജി ഞാനൊന്നും ഇങ്ങനെ കുറെ യാത്ര പോയിട്ടില്ല, അതുകൊണ്ടെന്താ
ഇപ്പൊ പോണ്ടെന്ന് അർത്ഥമുള്ളതിന് തലമുറ ഹറാമായ യാത്ര പോകണമെന്നല്ല ഞാനീ പറയുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ടുള്ള മറക്കേണ്ടതൊക്കെ മറച്ച് ഭർത്താവിന്റെ കൂടെ സന്തോഷകരമായ യാത്ര പോകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ശരിക്കും ഉമ്മമാരെന്താ പറയേണ്ടതില്ലടാ, ഞാനും നിന്റെ ബാബ സുലൈമാനും പോയിട്ടില്ലടാ, അന്ന് ചിന്തിക്കാന്നുള്ള ഒരു സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനല്ലല്ലോ, നിങ്ങൾ പോയിക്കോലോടെ, നിങ്ങൾക്ക് പോകാനുള്ള പൈസ 5000 റുപ്യ എന്റെ വക എന്ന് പറഞ്ഞിട്ട് ഉമ്മ 5000 റുപ്യ സംഭാവന കൊടുക്കണം. എന്നിട്ട് മോൻ എന്ത് ചെയ്യണം, ഫാമിലി ഗ്രൂപ്പ് ഇടണം. യാത്രക്ക് വേണ്ടി 5000 സംഭാവന തന്ന ഉമ്മാക്ക് അഭിവാദ്യങ്ങൾ. ബ്രാക്കറ്റിൽ ഇത് ഇനി ഭാവിയിലും പ്രതീക്ഷിക്കുന്നു. കിടക്കട്ടെ, ഉമ്മാക്ക് എന്ത് ചെയ്യും? അപ്പോ അടുത്ത തവണ ഈ സംഭാവന കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് ചില വീട്ടിൽ എന്താണെന്നറിയോ, ഈ മകന്റെ ഭാര്യ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് സാധാരണ ഉമ്മ എടുക്കുന്ന പണി പോലും ഉമ്മ എടുക്കൂല. എന്തേ, ഓള് തെണ്ടാൻ പോയതല്ലേ, ഓള് തെണ്ടിക്കറങ്ങി ആസ്വദിച്ച് വരില്ലേ, ഓള് പണിയെടുക്കട്ടെ. എന്നിട്ട് വേറെ മോളെ കണ്ടാൽ ചിലപ്പോൾ വീട്ടിൽ സ്വന്തം ഓള് ഇനി പണിയെടുക്കണ്ട, ഓൾ തെണ്ടാൻ പോയതാ, ഓൾക്ക് കുറച്ച് തെണ്ടൽ കുറച്ച് കൂടുതലാ, ഓള് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ മോനെ വശീകരിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യണ്ട, ഓള് വന്നിട്ട് എടുക്കട്ടെ. അങ്ങനെ എന്നോട് കൂട്ടുകാരന്മാർ എന്നോട് പറഞ്ഞു, സാർ എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, സിമ്പിൾ, നിങ്ങളും കൂടെ എന്താ അടുക്കളയ്ക്ക് ഇറങ്ങാം. പണി കുറച്ച് പ്ലേറ്റ് മൊത്തത്തിൽ അട്ടി വെച്ചല്ലേ, നിങ്ങളും കൂടെ അടുക്കളയ്ക്ക് ഇറങ്ങാം. എന്നിട്ട് എന്താ, രണ്ടാളും കൂടെ മൗലിദൊക്കെ ചൊല്ലി എടി നമുക്ക് യാനബി ചൊല്ലിക്കൊണ്ട് ഇത് ക്ലീൻ ചെയ്യല്ലേ, കൽബ് ക്ലീൻ ചെയ്യുന്നവർക്ക് പാത്രം ക്ലീൻ ചെയ്യാൻ മടി വേണ്ടതില്ല. നിന്നോട് ആരെങ്കിലും പരിചയമില്ലാത്തവർ നിങ്ങൾക്ക് പണി എന്താ ചോദിച്ചാൽ ഞാൻ ക്ലീനിങ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിങ്ങൾ കണ്ടിട്ടൊരു ക്ലീനിങ്ങിന്റെ ലുക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോനെ ക്ലീനിങ് ആണ്, കൽബ് ക്ലീനിങ് ആണ്, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറെ കാലമായിട്ട് നടക്കുന്നത്, ക്ലീൻ ആയി കിട്ടുന്നില്ല, എന്റെ കൽബ് ക്ലീൻ ആകുന്നില്ല, ഞാനെല്ലാം എന്തെല്ലാം ആക്കുന്നത് എനിക്ക് തിരിയുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, കൽബ് ക്ലീൻ ആക്കുന്നതാണ് എന്റെ പണി. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്താ, ഭാര്യനെ പണിക്കേൽപ്പിച്ചല്ലേ, അടുക്കളയിൽ നിന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കും, എടി ആ പാത്രം ഇങ്ങോട്ട് എടുക്കുക, ഞാൻ കഴിക്കോളാം, നമുക്ക് ഒന്നിച്ച് കഴിയുന്നൊക്കെ പറഞ്ഞു. അതെന്തല്ല, ഒരു ഉമ്മാനോട് ദേഷ്യത്തോടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം കൊണ്ടല്ല. അപ്പൊ ഉമ്മ ഇങ്ങനെ വരും, എടാ ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നടാ, അപ്പോഴത്തേക്ക് നിങ്ങൾ കയറി വന്നയാ, കുഴപ്പമില്ല, എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ അമ്മ അങ്ങോട്ടും കൊണ്ടുപോയി. ഇങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശീതസമരം തന്നെ. അവിടെ വെറുപ്പില്ല, ഉമ്മാനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. കാരണം ഉമ്മാന്റെ പൊരുത്തല്ലെങ്കിൽ അത് രക്ഷപ്പെടില്ല, അത് വേറെ വിഷയം. ഉമ്മാനോടോ അല്ലെങ്കിൽ പെങ്ങന്മാരോടോ അതിന്റെ പേരിൽ വെറുപ്പുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞതെന്ന് അറിയാം, സൂഫിയാക്കൾ പറയുന്നൊരു സൂഫിയാക്കളെ ശൈലി മാഷാ അല്ലാഹ് എന്തോരം നല്ല ശൈലിയാന്ന് പറയും. ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ ഒരു സൂഫിയ മഹാൻ പറഞ്ഞാണ്, ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളില്ലേ, നിങ്ങൾ പേരെന്താ, അക്ബറോ അഹമ്മദ് ഭയങ്കര പേരാണ്, നല്ല പേരാണ്, സുൽത്താന പേരാണ്. എനിക്ക് ആ പേര് വെച്ച് ഉദാഹരണം പറയാൻ പേടിയാണ്. അഹമ്മദ്, മുഹമ്മദ്, നിങ്ങളുടെ പേര് ത്വാഹ വെച്ച് ഉദാഹരണം പറയുമല്ലോ, എനിക്ക് പേടിയത്. സുൽത്താന പേരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പറഞ്ഞിട്ട് സങ്കല്പിക്കുക, ഒരാള് അങ്ങനെ കൂട്ടാ റസൂലുള്ളാഹി ശ്വാസങ്ങളുടെ പേരിന് തമാശയിൽ പോലും നമ്മൾ കളിയാക്കാൻ പാടില്ല, തമാശയിൽ പോലും നെഗറ്റീവ് പറയാൻ പാടില്ല. നാളെ ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട്. ഞാൻ ആ വാപ്പർ ഉസ്താദാണ്, എന്നാലും ഞാൻ പറഞ്ഞു, ഉസ്താദേ മോനങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ മോനെ പേര് വിളിക്കരുത്, മുഹമ്മദേ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം മുത്ത് റസൂലുള്ളാഹിന്റെ പേരാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരമായ കാര്യമാണത്. ഒരു മഹാൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മഹാൻ മകനെ മുഹമ്മദ് എന്ന് പേരിട്ടു. സല്ലല്ലാഹു അലൈഹി പേരിടുന്നതാണ് വേണ്ടത്. കാരണം എന്താണ്, കാന ഹുവ വ മൗലൂദുഹു ഫിൽ ജന്ന, പേര് അള്ളാന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ലധികം പേരുണ്ട്. ആ പേരിട്ടാൽ പേരിട്ടവനും പേരിടപ്പെട്ട കുട്ടിയും സ്വർഗത്തിലാണ് എന്നുണ്ട്. ഫഇന്നലി ദിമ്മത്തൻ മിൻഹു ബിതസ്മിയത്തി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി എന്ന് ഇമാം അൽ ബുസീരി റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കാർഡ് ഉണ്ട്. എന്താണത്? എന്റെ പേര് മുഹമ്മദാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പേരിടുന്ന പക്ഷേ ബഹുമാനത്തോടെ വിളിക്കണം. അപ്പോ ഒരു മഹാന്റെ മോന് പേരിട്ട് മുഹമ്മദ് എന്ന് പേരിട്ടു. ആ പേരിട്ടപ്പോ ആരോ ഒരാൾ ഡാ മുഹമ്മദ് എന്ന് വിളിച്ചു. മഹാൻ ഉടനെ മോന്റെ പേര് മാറ്റി. കാരണം എന്റെ മോൻ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തത് കാരണം അള്ളാന്റെ ഹബീബിന്റെ പേരിന്റെ മുമ്പിൽ മോശപ്പെട്ടൊരു പ്രയോഗം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറയാൻ വന്നത്, നിങ്ങളെ കുട്ടിയുടെ ഉദാഹരണം പറയാൻ വന്നില്ലേ? എന്തായിരുന്നു നമ്മുടെ ചർച്ച? എന്തായിരുന്നു ഇപ്പൊ എന്താ പറഞ്ഞോണ്ടിരിക്കുന്ന? നമ്മളിപ്പോ എന്താ ലാസ്റ്റ് പറഞ്ഞത്? ഏതാ? കേട്ടില്ല. ഞാൻ ഇയാളെ കൂടിയിട്ടൊരു ഉദാഹരണം പറയാൻ പോയില്ലേ? അതെന്ത് വിഷയത്തിലാ? കണക്ഷൻ വിട്ടുപോയില്ലല്ലോ. അതായത് നമ്മൾ സാധാരണ പഠിച്ചൊരു കാര്യം, ഈ സുഹൃത്ത് അല്ലെങ്കിൽ വേറെ സുഹൃത്ത്
എന്നോട് കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മളെന്താ പറയാ, എനിക്ക് അയാളോട് അതിൽ വേറെ കുറെ വിഷയങ്ങളുണ്ട്. എനിക്ക് അയാളോട് എതിർക്കാൻ കഴിവുള്ളവനാണെങ്കിൽ ഞാൻ നല്ലോണം എതിർക്കും, അയാളെ തോൽപ്പിക്കും. കഴിയില്ലെങ്കിൽ ഞാൻ എന്ത് പറയും, സ്വബർ അതാണ് നല്ലത്. അത് എനിക്ക് അയാൾ എതിർക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഓപ്ഷൻ മാത്രമാണ്. കഴിയുമെങ്കിൽ ഞാൻ അതായിരുന്നില്ല പറയാ. അയാൾ തൻ്റെ ഇടം എല്ലാം ഉള്ള ആളായത് കൊണ്ട് തൽക്കാലം എനിക്ക് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് സ്വബറിന്റെ പിന്നാലെ കൂടിയതാണ്. അത് വേറെ വിഷയം. ഏതാവട്ടെ, അയാൾ ഇന്ന കുറെ തെറി ചീത്ത ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയുന്നതാണ്, കുഴപ്പമില്ല, അയാൾ ചെയ്തതൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് കിട്ടൂലേ. അയാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരൂലേ. സൂഫിയാക്കൾ പറയും, പഠിച്ചോനെ അയാൾ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്, ഇനി അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല, അയാളുടെ ഒരു അമൂലം എനിക്ക് തരില്ല പഠിച്ചോനെ, അയാൾക്ക് തന്നെ കൊടുത്തിട്ട് അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ പഠിച്ചോനെ. അതാണ് മനസ്സ്. മറ്റതൊരു നോർമൽ ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. സൂഫിയാക്കളുടെ മനസ്സ് അങ്ങനല്ല, കുറച്ചും കൂടെ ഹയർ ലെവലിലുണ്ടാവുക. അയാൾക്ക് ഇന്നെ തെറ്റ് പറഞ്ഞാൽ അതിന്റെ കുറ്റം അയാൾക്ക് കിട്ടും. അത് കാരണമായിട്ട് അത് അയാൾക്ക് അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ. നമ്മളെന്താ ചർച്ച എന്താണ്? ഉമ്മ മരുവള് ഇതൊക്കെ നമ്മൾ ചർച്ച, ഭർത്താവ് ഭാര്യ അയൽവാസി, ഇതാണ് നമ്മൾ ചർച്ച. അപ്പൊ ഇയാൾ എന്നിട്ട് തെറ്റ് പറഞ്ഞാൽ അയാളുടെ അമൽ എനിക്ക് കിട്ടും, ശരിയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു, പഠിച്ചോനെ വേണ്ട, പഠിച്ചോനെ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ, പഠിച്ചോനെ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പഠിച്ചോനെ. കാരണം അല്ലെങ്കിൽ അയാൾക്ക് ആകളുടെ അമൽ എനിക്ക് കിട്ടിയാൽ അയാളുടെ കാര്യം കഷ്ടമാകും പഠിച്ചോനെ. അയാളെ സ്വർഗത്ത് അയാൾക്ക് അറിയില്ലായ്മ കൊണ്ടാണ്, അയാൾക്ക് നരകം കൊടുക്കല്ല പഠിച്ചോനെ എന്ന് ദ്വാരക്കലാണ് നല്ല മനുഷ്യന്റെ അടയാളം. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, മരുമകളെ പ്രയാസപ്പെടുത്തുന്ന അമ്മായിമ്മമാരുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു നാൾ നിങ്ങൾക്ക് പ്രായമാകും, ഇവരൊക്കെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അമ്മോശം കാക്കമാരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് അനങ്ങിയത് എല്ലാത്തിനും മരുമക്കൾമാരെ ഇടങ്ങേറാക്കുന്ന ഒരു എന്തൊക്കെ പറഞ്ഞാലും ശരി, വേറെ വീട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിക്ക് അതിൻ്റെതായ ഒരു പ്രയാസം ആ വീട്ടിൽ ഉണ്ടാവില്ലേ. ഒരു സപ്പോർട്ട് ചെയ്തു കൊടുത്തൂടെ? സ്വന്തം മോൾക്ക് വേദനിക്കുമ്പോൾ ആ വേദന മനസ്സിലാകുന്ന ഉമ്മാക്ക് എന്താണ് ഒരു സ്വന്തം മകന്റെ ഭാര്യന്റെ വേദന എന്താണ് മനസ്സിലാവാത്തത്? ഞാൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്, ഞാൻ ഊഹിച്ച് പറയുന്നതല്ല ഇത്. ഞാൻ എല്ലാ ആഴ്ചയിലും കൺസൾട്ടിങ് ചെയ്യുന്ന ഒരാളാ. എത്ര കേസാണ് ഞാൻ കേറുന്നത്. അമ്മായിമ്മമാരുടെ ഇടങ്ങേറുണ്ട്. ഈ നാട്ടിൽ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ ഓൺലൈനിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. ഇങ്ങനത്തെ പ്രശ്നം കേട്ട അമ്മായിമ്മമാരെ ഓഫാക്കി പോവുകയും ചെയ്യും. രസം. ചില ഭാര്യമാരുണ്ടല്ലോ, എന്റെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ പ്രസംഗം എടുത്തിട്ട് ഭർത്താവിന് അയച്ചു കൊടുക്കും. ആ ഭർത്താക്കന്മാരെ പണി ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ള എന്റെ പ്രസംഗം എടുത്തിട്ട് ഭാര്യക്ക് അയച്ചു കൊടുക്കും. രണ്ടും കാണൂല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണൂ, ഭർത്താവെ നിങ്ങൾ തെരഞ്ഞെടുത്തത് നിങ്ങൾ കാണൂ, ഭാര്യ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണൂ. അപ്പൊ ഇവിടെ ചിലപ്പോൾ എൻ്റെ ഒരു വാക്ക്, ഞാൻ അറിയാതൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ടാകും. അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയല്ല വേണ്ടത്. അത് ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെടാം. ഞാൻ നിങ്ങളോട് എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. നിങ്ങളത് ഞാൻ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും. പഠിച്ചവൻ അയാൾക്ക് ഇനി പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല എന്ന രീതിയിൽ അതങ്ങോട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുക. എന്നുള്ള നേട്ടം എന്താണെന്നറിയോ? മഹ്ശറയിൽ ആ കണക്ക് പറയുന്ന അത്രയും നേരം നമുക്ക് വെയിൽ കൊള്ളണ്ട, അത്രയും നേരം വെയിൽ കൊള്ളണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വെയിൽ കൊള്ളേണ്ടി വരും. അവിടെ കൽബ് ക്ലിയർ ഇല്ലാത്ത ആൾക്കാർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്ന് മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബ് ക്ലിയർ അല്ലെങ്കിൽ ഭൗതികമായി രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ആധുനിക പഠനങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതല്ലേ സൈക്കോസൊമാറ്റിക് ഡിസീസ് ഞാൻ പറഞ്ഞത്. പക, അസൂയ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ മനസ്സിൽ വല്ലാതെ ഉള്ള ആളുകൾക്ക് ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ വിഷയം. അപ്പൊ അതുകൊണ്ട് അമ്മായിമ്മമാര് അതേപോലെ തന്നെ തിരിച്ചും ചില പുതിയ കാലത്ത് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള ബിടെക്കോ അല്ലെങ്കിൽ PG BCom ഒക്കെ പഠിച്ചു വരുന്ന പെൺകുട്ടികൾ അമ്മായിമ്മ ഒരു പഴഞ്ചനാണ്, അമ്മായിമ്മ ഒരു മോശമാണ് എന്ന് വെച്ചാൽ അമ്മായിമാൻ ഒരു തരം താഴ്ത്തുന്ന സ്വഭാവമുള്ള മരുമക്കളും ചില കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്.